ലോകത്തെ ഏറ്റവും വലിയ വിലയുള്ള വസ്തു ഇൽമും ഇബാദത്തുമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഞാൻ പറയുന്നു, ഈ രണ്ട് രത്നങ്ങളിൽ ഏറ്റവും വില ഏതിനാണുള്ളത്? ഇൽമിനാണോ ഇബാദത്തിനാണോ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അഫ്ളലുൽ ജൗഹറൈൻ, ഈ രണ്ട് രത്നങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമാണ്. പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വർദ്ധനവിനെ ചോദിക്കാൻ അല്ലാഹു മറ്റൊരു കാര്യത്തെ കുറിച്ചും കൽപ്പിച്ചിട്ടില്ല. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയിട്ടുണ്ട്, ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെ കഴിഞ്ഞിട്ടുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ശത്രുക്കളുടെ ഉപദ്രവം വല്ലാതെ സഹിച്ചുകൊണ്ട് സ്വന്തം നാടും വീടുമെല്ലാം വിട്ടെറിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ റസൂലിനോട് കൽപ്പിച്ചില്ല, ഓ നബിയെ, ശത്രുക്കളുടെ ഈ ഉപദ്രവത്തിൽ നിന്ന് കാവലിനെ ചോദിക്കണം, അങ്ങയ്ക്കും അങ്ങയുടെ അംഗങ്ങൾക്കും ആരോഗ്യം കിട്ടാൻ ദുആ ചെയ്യണം, സമ്പത്ത് അധികരിക്കാൻ ദുആ ചെയ്യണം. ഇതൊന്നും അല്ലാഹു തആല കൽപ്പിച്ചില്ല. മറിച്ച് അല്ലാഹു ഇൽമിനെ കുറിച്ച് വർദ്ധനവിനെ ചോദിക്കാൻ മാത്രമാണ് അല്ലാഹു കൽപ്പിച്ചത്. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തിയത്, ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠത ഇൽമിനാണ്, ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠത ഇൽമിനാണ്. കാരണം ഇബാദത്താകണമെങ്കിൽ, ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ, നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിൽ, മറ്റുള്ള അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അറിവില്ലാതെ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മുത്തുനബിയോട് അല്ലാഹു തആല ഇൽമിനെ മാത്രം വർദ്ധനവിനെ ചോദിക്കാൻ കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠത ഇൽമിനാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തുനബി ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം വലം യസൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലുല്ലാഹു സിയാദ ഫിൽ ഇൽം വഖാൽ അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി വൻഫഅനി ബിമാ അല്ലംതനി റബ്ബി സിദ്നി ഇൽമാ. ഈ ആയത്തിറങ്ങിയതിനു ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലം വരെയും നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. ഇത്രയും വലിയ അറിവുണ്ടായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, പടച്ചവനെ, നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണം, നാഫിആയ അറിവ് വർദ്ധിപ്പിച്ചു തരണം, എനിക്ക് നീ അറിയിച്ചു തന്ന കാര്യം നീ എനിക്ക് പ്രയോജനപ്രദമാക്കണം, അഥവാ നാഫിആയ അൽമിനെ നീ വർദ്ധിപ്പിച്ചു തരണമെന്ന് മുത്തുനബി ദുആ ചെയ്തുകൊണ്ടിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് ഇൽമിന്റെ മഹത്വം.